സത്യം പറയാൻ എനിക്കാരും നാണക്കേട് തോന്നി നിങ്ങളെക്കുറിച്ച്. ഇത്ര ഉളുപ്പും മടിയില്ലാതെ ആളുകളായി നിങ്ങൾ ഈ പത്രക്കാർ ചിലരൊക്കെ മാറിയാൽ വലിയ അവസ്ഥയാണ്. വളരെ മോശം. അവനാ അതിനൊരു ഉളുപ്പുണ്ടാവില്ലേ? അങ്ങനെയൊന്നും പത്രക്കാർ ഇത്ര ഉളുപ്പില്ലാതെ ആവരുത്. വിഷയമൊന്നും മാറ്റണ്ട, മനസ്സായോ? അങ്ങനെ വിഷയം മാറ്റണമല്ല ഞാൻ. നിങ്ങൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ പലരെയും കണ്ടിട്ടുണ്ടാവും. ആ ബോധ്യം വെച്ച് എൻ്റെ മുന്നിലേക്ക് വരണ്ട. അഭിപ്രായം ചോദിച്ചാൽ തിരിച്ചു വെച്ചാൽ അതിന് ഉത്തരവും പറയണം, മനസ്സായോ? അന്ന് PV അൻവർ തീരുമാനിച്ചു, നിങ്ങളുണ്ടാക്കുന്ന അപമാനം ഉണ്ടല്ലോ, അന്ന് മുതൽ ഞാൻ ആഘോഷമാക്കി മാറ്റി. ആ ആഘോഷം ഇപ്പോഴും തുടരാണ്. ഒരു ചുക്കും ആരും ചെയ്യില്ല. നമുക്ക് കാണാം. നമുക്ക് അത് വിട്ടളി, നമ്മുടെ അടുത്തേക്ക് വേണ്ട. അപ്പോൾ ലാൽസലാം. നിലമ്പൂർ MLA PV അൻവർ ഈ കാര്യം പറഞ്ഞത് ഇന്നലെ വൈകുന്നേരം പത്രസമ്മേളനത്തിന് ശേഷമാണ്. പത്രസമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നതിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മാധ്യമപ്രവർത്തകർക്ക് എല്ലാ ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി. മാത്രമല്ല, താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ഒരു മാധ്യമപ്രവർത്തകനോട് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതിന് അഭിപ്രായമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഉളുപ്പ് വേണം മാധ്യമപ്രവർത്തകർക്കെന്ന്. അങ്ങനെ വളരെ ആക്ഷൻ ഹീറോ ലെവൽ സാധനമാണ് ഇന്നലെ അദ്ദേഹം സംസാരിച്ചത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പത്രസമ്മേളനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ആ ചോദ്യോത്തരത്തിൻ്റെ പൂർണ്ണമായിട്ടും ആ സമയത്ത് അൻവർ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കൊന്ന് കേൾക്കാം. നേരെ ചോദിക്കുന്നത് നേർക്ക് നേരെ ഉത്തരം പറയാം. കറക്റ്റായിട്ട് ചോദിച്ചാൽ കറക്റ്റായ ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ്. ആരോപണം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രി പരാതി കൊടുത്തിട്ട് പോലും മുഖ്യമന്ത്രിക്ക് മാത്രം എന്താണ് പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമായി മാറുന്നത്? അല്ല, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. ഞാനൊരു മിനിറ്റ് ചോദിച്ചതിൻ്റെ ഉത്തരം പറയട്ടെ. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. എനിക്കാ വിശ്വാസമില്ല. എനിക്കാ വിശ്വാസം തീരെയില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്നതിൻ്റെ അഭിപ്രായം എനിക്കില്ല. നാനാർ മന്ത്രിസഭയിൽ എങ്ങനെയാണ് അദ്ദേഹം പുറത്തായത്? പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എല്ലാവർക്കും അറിയാലോ. ആ മാനസികാവസ്ഥയിൽ നിന്ന്, ആ സ്വഭാവത്തിൽ നിന്ന് ഒരു ഇഞ്ച്, ഒരു മില്ലിമീറ്റർ പി ശശി താഴേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സ്റ്റെപ്പും കൂടി മുന്നിലാണ് എന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് പി ശശിയെക്കുറിച്ചുള്ള അഭിപ്രായം അതാണ്. ബഹുമാനപ്പെട്ട CMനെ അങ്ങനെ വിശ്വസിപ്പിച്ച് CM അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകുമായിരിക്കാം. അതിന് എനിക്ക് CMനെ കുറ്റം പറയാൻ പറ്റില്ല. അത് CM ആണ് പഠിക്കേണ്ടത്. അല്ല, അത് വാസ്തവമാണ്. ഞാൻ പറയുന്ന ഒക്കെ പകൽ ചെയ്തു തരാൻ പറ്റുമോ? ഞാൻ എൻ്റെ വീട്ടിലെ ഒരു അട്ടിക്കാരിയായിട്ടല്ലേ പി ശശിൻ്റെ അടുത്തേക്ക് പോകുന്നത്, അല്ലേ? ഞാൻ പി ശശിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ നാടിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, സാമൂഹികവുമായി ബന്ധപ്പെട്ട, പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതെല്ലാം ശശി ചെയ്തു തരണമെന്ന് ഞാനങ്ങനെ മണ്ടനൊന്നുമല്ല. അല്ല, മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. കഴിഞ്ഞ 8 മാസമായിട്ട് ഞാൻ പോവാറില്ല. ഞാൻ അദ്ദേഹവുമായി പരിപൂർണമായും തെറ്റുന്ന എപ്പോഴാണ്? ഈ രാജ്യദ്രോഹി, സാമൂഹ്യദ്രോഹിയായ ഈ സാജൻ സ്കറിയയുടെ കേസിൻ്റെ പിന്നിലാണ്. ഇതുപോലെയുള്ള ഒരു രാജ്യദ്രോഹിയെ, സാമൂഹ്യ ദ്രോഹിയെ, മതവിദ്വേഷിയെ, ഇവിടെ എന്താ പറയുക, സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നവനെ അവൻ്റെ അടുത്തുനിന്ന് പണം കൈക്കൂലി വാങ്ങി രാജ്യത്തെ പോലീസ് സംവിധാനത്തിൻ്റെ വയർലെസ് സന്ദേശമാർത്തിയ ചോർത്തിയ കേസിൽ അവന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിൻ്റെ പിന്നിൽ ഈ ADGP അജിത് കുമാറും പി ശശിയുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അന്നും തർക്കമില്ല, ഇന്നും തർക്കമില്ല. വേറൊരു കാര്യം കൂടി, ഈ ചങ്ങാതിക്ക് ജാമ്യം കിട്ടിയപ്പോൾ സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട്, സമാനമായ കേസുകളിൽ ഇനി ഉൾപ്പെടരുത്, ഈ തന്ന ജാമ്യം ക്യാൻസലാവും. എത്ര കേസിൽ ദേശം ഉൾപ്പെട്ടു? കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത ഈ പോലീസ് എന്തായിരുന്നു പി ശശിക്ക് പണി? എന്താണ് പി ശശിക്ക് പണി? റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന വയർലെസ് ചോർത്തിയ കേസിൽ ഇപ്പോഴും അതിനെ കുറ്റപത്രം കൊടുത്തിട്ടില്ല. കുറ്റപത്രത്തിൽ അവൻ ചെയ്ത കുറ്റത്തിനനുസൃതമായ വകുപ്പുകൾ ചേർത്തിട്ടില്ല. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് പിടിച്ചു വെക്കുന്നത്? സുപ്രീം കോടതിയാണ് പറഞ്ഞത് സമാനമായ ഒരു കേസിലും ഇടപെട്ടു കൊടുക്കുന്നു. അപ്പം അതങ്ങനെ ഇരുന്ന് തെറി പറഞ്ഞുകൊണ്ടേയിരിക്കല്ലേ, വല്ലതും ബാക്കിയുണ്ടോ? എന്താ പോലീസിന് ചെയ്യാൻ പറ്റുന്നത്? എന്താ പി ശശി അറിയാത്തത്? അവിടെയാണ് ഞാൻ ഉടക്കുന്നത്. അവിടെയാണ് ഞാൻ പി ശശിയായിട്ട് ഉടക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിനല്ല പോയത്, ഈ നാടിൻ്റെ പൊതുവായ വിഷയത്തിന് വേണ്ടിയിട്ടാണ് പോയത്. പാർട്ടിയുമായി സംസാരിച്ചിട്ടാണ് പോയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് പോയത്.
ഈ പറയുന്നവൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു കൊടുത്താണ്. ഈ രീതിയിലാണ് സാമൂഹ്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്നത്, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. CMA ഈ കോലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നാട് കേരളം കുട്ടിച്ചോറാകും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഒന്നങ്ങനെ എന്താ പറയുക, ഒന്നെന്നെ തള്ളിത്തന്നു. ഈ 66F ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നു. അവൻ ഈ പറയുന്ന ദേശദ്രോഹ കുറ്റത്തിൽ ഉള്ളിൽ പോകുന്ന എത്തുന്നതോട് കൂടിയിട്ട് ചിത്രം അങ്ങോട്ട് മാറുക. അജിത് കുമാറിൻ്റെ സ്വഭാവം മാറി. ഈ ചങ്ങാതി ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പൂനെയിൽ ഞാൻ കാണിച്ചു കൊടുത്തു. അവിടെ പോലീസ് എത്തുമ്പോൾ ഒറ്റ കൊടുത്തു. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് ഡൽഹിയിലുണ്ട്, അവൻ അറിഞ്ഞു. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൊടുത്തു. അവിടെ പോലീസ് പോയത് പോലുമില്ല. എൻ്റെ ആളുകൾ അവിടെ കാവലിരിക്കുന്നുണ്ട്, ഇവൻ വരുന്നുണ്ടോ നോക്കാൻ, പോലീസ് വരുന്നുണ്ടോ നോക്കാൻ. ആ വഴിക്ക് പോയില്ല. അന്നാണ് ഞാൻ ഉറപ്പിക്കുന്നത് ഇവർ കൂടി ചതിക്കുകയാണെന്നുള്ളത്. അന്ന് തുടങ്ങിയ അന്വേഷണം. ഇതുപോലെ ഒരു സാമൂഹ്യ വിരുദ്ധനെ ഇങ്ങനെ ഇവർ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇവരെത്രമാത്രം സാമൂഹിക വിരുദ്ധരായിരിക്കണം എന്ന എൻ്റെ തോന്നൽ. ഞാൻ പിന്നാലെ പോയി. അതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്. ഇത് CM പറഞ്ഞത് 100% ശരിയാണ്. CPMൻ്റെ പൊളിറ്റിക്കൽ ലെവലിനനുസരിച്ചിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. അത് സത്യമാണ്. കാരണം അങ്ങനെ എനിക്ക് ചെയ്യാമായിരുന്നു. ഞാനത് ചെയ്യാതിരിക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അനവധി തവണ AKG സെൻറ്ററിൽ കത്ത് കൊടുത്തോലാണ്. ഇപ്പോഴല്ല, ബഹുമാനപ്പെട്ട കൊരിയേരി സഖാവ് ഉണ്ടാകുന്ന കാലഘട്ടം തൊട്ട് ഈ നാട്ടിലെ പൊതുവായ വിഷയങ്ങളിൽ എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി അങ്ങോട്ടേക്ക് കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ഈ സാജൻസ്കറിയുമായി ബന്ധപ്പെട്ട് ഇവനെപ്പോലെയുള്ള ചെറുതും വലിയതുമായ സാജൻസ്കറിയകൾ അവർ ഈ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് 2, 3, 4, 5 തവണ ഞാൻ പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പല പ്രാവശ്യം ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത കത്തുകൾ ബൈൻഡ് ചെയ്ത് വെക്കാൻ മാത്രം, ഒരു പുസ്തകം ആക്കാൻ മാത്രം ഉണ്ടാവും. AKG സെൻറ്ററിലും ഈ പറയുന്ന ശശിയുടെയും പെട്ടി തപ്പിയാൽ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് എന്താ മാർഗം? എന്താ മാർഗം? ഞാൻ ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ശരിയാണെന്ന്. ഞാൻ പഴയ കോൺഗ്രസ്സുകാരനല്ലേ, എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? EMS ആരായിരുന്നു? വന്നിട്ട് ആരായിരുന്നു പറ? KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാണ് സഖാവ് EMS ആയത്? എങ്ങനെയായി? അപ്പം ഞാൻ പഴയ കോൺഗ്രസ്സാണ്, EMS പഴയ കോൺഗ്രസ്സാണ്. അപ്പോൾ അതൊന്നും CM പറഞ്ഞതിലൊരു തെറ്റില്ല. CM പിന്നെന്താ പറഞ്ഞത്? പാർട്ടിയുടെ ചട്ടക്കൂടിന് വിപരീതമായിട്ടാണ്. സത്യമാണല്ലോ, ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ചത്. എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. CM പറഞ്ഞല്ലോ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി 2-3 പ്രാവശ്യം ശ്രമിച്ചു എന്ന്. വാസ്തവമാണ്. ഞാൻ CMന് കൂടെ കത്ത് മഹേഷിന് തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നല്ലോ ഒന്ന്. കാരണം ശശിയെക്കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി സെക്രട്ടറി കളവ് പറയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഞാൻ ശശിയെക്കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല. ഞാനിതാ ഈ കത്ത് നിങ്ങൾ നോക്കുന്ന പറഞ്ഞിട്ടാണ് ആ പത്രസമ്മേളനത്തിൽ CMനിൽ ആ കത്ത് ഞാൻ പുറത്തുവിട്ടല്ലേ. അതുവരെ തന്നിട്ടില്ലല്ലോ. അല്ലല്ലോ, ഒരു മിനിറ്റ്. തരാതിരിക്കാൻ കാരണം എന്താ? അതങ്ങനെ സ്വകാര്യമായി പോട്ടെ എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ അത് പാർട്ടി സെക്രട്ടറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ, അല്ല ശശിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾ സംശയമായി അങ്ങനെ വാർത്തന്നു. അപ്പോൾ ഞാൻ കൊടുത്തു. അത് CMന് പറയുന്നതിന് എന്താണ്? ഇത് മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചല്ലേ. ഇപ്പം ആകത്തുക അല്ല, ഈ ആകത്തുക ഇപ്പം അത് ഉച്ചയ്ക്ക് ശേഷം എന്താ പറയുന്നത്? ഒരു മിനിറ്റ് മോനെ ഞാൻ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ ആകത്തുക ഉച്ചയ്ക്ക് ശേഷം എന്താണ്? ഞാൻ ഈ എന്താ പറയുക, കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ലോബിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് പോലീസിനെ കൊണ്ട് വലിയ ശല്യമുണ്ട്. ഇത് ആരുടെ സ്റ്റേറ്റ്മെൻറ്റാ? CM എന്ന് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ആരുടെ സ്റ്റേറ്റ്മെൻറ്റാ? MR അജിത് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ആദ്യം വന്നതല്ലേ. DGPക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ഇറങ്ങുമ്പോൾ MR അജിത് കുമാർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? PV അൻവർ ഈ ഒരു ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഞാൻ ശക്തമായ നടപടി എടുത്തതുകൊണ്ട് ആ കള്ള ലോബിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് PV അൻവർ അല്ലേ മഹേഷേ? നിങ്ങളൊക്കെ കൊടുത്ത വാർത്തയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവർ പറയിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഫുള്ളായിട്ട് കേട്ടോ.
വയർലെസ് കേസിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സി എം പറഞ്ഞിട്ടില്ല. അരുൺ എവിടെ അത് കേട്ടതെന്ന് പറഞ്ഞു? ഈ രണ്ടും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും വലിയ കോലാഹലം ഉണ്ടായിട്ടും ഭരണപക്ഷ എം എൽ എ ആയിട്ട് താങ്കൾ ഇത്രയേറെ ആരോപണങ്ങളും തെളിവുകളും പുറത്തു വിട്ടിട്ടും ഇങ്ങനെ സ്ഥിരം തെറ്റിദ്ധരിക്കപ്പെടാൻ മാത്രം ദുർബലനാണോ നമ്മുടെ മുഖ്യമന്ത്രി? അതെനിക്കറിയില്ല. ഇപ്പോഴും ഈ നിമിഷവും ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇനിയിപ്പോൾ ഇതിന്ന് ഈ പറഞ്ഞ പോലെ ഇവരുടെ ചവിട്ടി പുറത്താക്കുകയാണെങ്കിൽ മനസ്സിലായോ, ഞാൻ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയാൻ ഞാൻ ഉണ്ടാവില്ല. നിങ്ങളത് പ്രതീക്ഷിക്കും വേണ്ട. അതെനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവും. മനസ്സിലായോ? മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം, ഈ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ എൻ്റെ മാർഗം നോക്കും. അതുവരെ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് ഞാൻ പോരാടും. മനസ്സിലായോ? ഇപ്പം പി ശശിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ പി ശശിയെക്കുറിച്ച് പറയാൻ കുറച്ച് സഖാക്കൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. സങ്കടകരമാണ്. നിങ്ങൾക്ക് ഈ ഫോണൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. കണ്ണൂരിൽ നിന്ന് വന്ന രക്തസാക്ഷി കുടുംബത്തിലെ സഖാക്കളുടെ മെസ്സേജ്, അമ്മമാരുടെ മെസ്സേജ്, കരഞ്ഞുകൊണ്ടുള്ള ഈ പൂരം കലക്കലും ഈ RSSുമായുള്ള ബന്ധം, കണ്ണൂരിലെ സഖാക്കളുടെ കണ്ണീരിൻ്റെ കഥ ഈ ഫോണിലാണ്. ഇവരൊക്കെ വിരൽ ചൂണ്ടുന്നത് പലതും ഈ പി ശശിയിലേക്കാണ്. ഇത് PV അൻവറിൻ്റെ മാത്രം അഭിപ്രായം എന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക്, ആളുകൾക്ക് ആ കാര്യങ്ങൾ ബോധ്യമുണ്ട് എന്ന് എനിക്ക് നേരിട്ട് അറിയുള്ളതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട CM-നെ ഒരു കാരണവശാലും ഇതൊന്നും അറിയിക്കില്ല, CM-നോട് ചർച്ച ചെയ്യില്ല, ഈ കാര്യങ്ങൾ CM-നെ ബോധ്യപ്പെടുത്തില്ല. എന്നാൽ പലരും CM-ൻ്റെ വേണ്ടപ്പെട്ട ആളുകളാണ്. ആ വേണ്ടപ്പെട്ട ആളുകൾ ആത്മാർത്ഥപരമായിട്ടാണ് CM-നെ സ്നേഹിക്കുന്നതെങ്കിൽ ഈ വിവരം എന്താ CM-ന് കൊടുക്കാത്തത്? എന്താ കൊടുക്കാത്തത്? CM പോയിട്ട് പൊട്ടക്കിണറ്റിൽ ചാടിക്കോട്ടെ എന്നാണോ അവരെ വിചാരം? അതല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരുവിധം ആളുകൾക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇവരെന്താ CM-ൻ്റെ അടുത്ത് പോയിട്ട് CM അങ്ങനെയല്ല, ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇതൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്, എന്താ ഇവർ പറയാത്തത്? ഇവരുദ്ദേശം എന്താ? ഈ മനുഷ്യനെ കൊണ്ട് പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ ഉറപ്പാണ്. ഇന്നത്തെ പത്രസമ്മേളനത്തെ കൂടി എനിക്ക് ഉറപ്പായത് ഇദ്ദേഹത്തെ പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത്. അതൊരു ശശിയും MR അജിത് കുമാർ മാത്രമൊന്നുമല്ല. പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരും അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് CM ആണ് പരിശോധിക്കേണ്ടത്. അല്ല, അത് CM പറഞ്ഞു, ഞാൻ കേട്ടല്ലത്. ഞാൻ ഇപ്പോൾ CM-ന് കൊടുത്ത പരാതി എന്താ? സർക്കാരുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന കള്ളക്കടത്ത് സംഘങ്ങളുടെ വിഷയങ്ങളാണ് അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. പാർട്ടിക്ക് ഞാൻ കൊടുത്ത കത്തെന്താ? അത് പൊളിറ്റിക്കലാണ്. അത് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിട്ട് അദ്ദേഹം സ്ഥലത്തില്ല. അത് വന്നാൽ പരിശോധിക്കുമായിരിക്കുമല്ലോ. പരിശോധിക്കാതെ വരികയും ആ കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു നിലപാട് മതിൽ പരാതിക്കാരനായ എന്നോട് ഒരു മറുപടി പാർട്ടിക്ക് പറയേണ്ടി വരുമല്ലോ. അതൊരു സാമാന്യ മര്യാദയല്ലേ? ആ സാമാന്യ മര്യാദ കൂടി എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അപ്പം നമുക്ക് ആലോചിക്കാം. ഞാനിപ്പോൾ സ്വകാര്യമായി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എണ്ണി 1 2 3 4 5 6 7 8 9 10 11 11 ഉണ്ട്. ആ 11 ഓരോ കാര്യങ്ങളും ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നവർ അന്വേഷിച്ചാൽ കാണും. തിരുവനന്തപുരം സിറ്റിയിൽ അന്വേഷിച്ചാൽ കിട്ടും, തൊട്ടിപ്പുറത്ത് അന്വേഷിച്ചാൽ കിട്ടും, തൊട്ടപ്പുറത്ത് അന്വേഷിച്ചാൽ കിട്ടും. പാർട്ടി അന്വേഷിക്കട്ടെ. നിങ്ങളിതൊന്നും പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പൊന്നാര അൻവർ ജി പറഞ്ഞൊന്നും ഞങ്ങൾക്ക് ശരിയായിട്ടില്ല, ഞങ്ങൾക്ക് എന്നെ പറ്റില്ല, നീ പറഞ്ഞ മുഴുവൻ കളവെന്ന് പാർട്ടി എന്നോട് പറയട്ടെ. അപ്പോഴല്ലേ എനിക്ക് ആരെയൊക്കെ ഉണ്ടുള്ളൂ. ഏതാ? ആ അല്ല, അതൊക്കെ പോട്ടെ. ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് തന്ന വിവരം, ആ ഡോക്യുമെൻ്റ് എന്താ? 33,80,50 രൂപക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, 10ാമത്തെ ദിവസം വെക്കുന്നു 65 ലക്ഷം രൂപക്ക്. ഡോക്യുമെൻ്റ് അല്ലേ? അല്ല, ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ കണ്ടോ? അത് ചോദിക്കുന്ന സഹോദരൻ കണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻ്റ് കണ്ടു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, ആ ഡോക്യുമെൻ്റ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പറയാം. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ഉത്തരം പറയൂ.
ആ ഡോക്യുമെൻ്റ് നിങ്ങൾ കണ്ടു. 33 ലക്ഷത്തിന് വാങ്ങി 65 ലക്ഷത്തിന് വിറ്റു 10 ദിവസത്തിനകം അല്ലേ? ആ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്നാൽ പിന്നെ നിങ്ങൾ അഭിപ്രായം ചോദിക്കണമെന്ന് അർത്ഥം. നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായി ഒരു അഭിപ്രായം ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കണ്ട. നിങ്ങളോട് വർത്താനല്ല, വേറെ എന്തെങ്കിലും പറയും. നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് ഞാൻ അഭിപ്രായമില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ ചോദ്യത്തിന് എന്തിനാണ് ഞാൻ ഉത്തരം പറയുന്നത്? അതില്ല, അഭിപ്രായമില്ലല്ലോ, ഇവിടെ ഇരുന്നാൽ മതി. അത് ശരിയല്ല. ഇത്രയും കൃത്യമായൊരു സാധനം ചോദിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അഭിപ്രായം ഇല്ല പറഞ്ഞാൽ പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ ഐ എം എ ഫൂൾ. ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഫൂൾ. ഞാൻ പറയാനൊക്കെ പറഞ്ഞല്ലോ. നിങ്ങളിപ്പോൾ ഒരു പത്രപ്രവർത്തകൻ നിലക്കാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു ബാധ്യതയല്ലേ ഈ സമൂഹത്തിലൊരു സാധാരണ മനുഷ്യനെന്ന്? അത് നിങ്ങൾ അതിന് കുറേ ഞാൻ പറഞ്ഞല്ലോ. അല്ല, നിങ്ങൾ ചോദിച്ചതിന് ഞാൻ കുറേ മറുപടി അറിയില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ആ വേദിയാണിത്. നിങ്ങളുടെ അഭിപ്രായം അറിയണം, നിങ്ങളുടെ പത്രക്കാരുടെ അഭിപ്രായം അറിയണം. അത് നിങ്ങളോട് വർത്തമാനം പറയാനില്ല. അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് ആരെയും വർത്തമാനം പറയും? അല്ല, അത് വേറെ വിഷയം. ഇയാളുടെ ഒരു അഭിപ്രായം ചോദിച്ചല്ലോ, അതിനാണ് ഉത്തരം പറയണ്ടേ. 33 ലക്ഷത്തിന് വാങ്ങിയ ഫ്ലാറ്റ് 10 ദിവസം കഴിഞ്ഞാൽ 65 ലക്ഷത്തിന് വിറ്റാൽ താങ്കളുടെ അഭിപ്രായം ചോദിച്ചാൽ എനിക്കൊരു അഭിപ്രായം ഇല്ല. പിന്നെ അദ്ദേഹത്തിനോട് ഞാൻ തന്നെ വർത്തമാനം പറയുന്നു. വിഷയമൊന്നും മാറ്റണ്ട, മനസ്സായോ? അങ്ങനെ വിഷയം മാറ്റണമല്ല ഞാൻ. നിങ്ങൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ പലരെയും കണ്ടിട്ടുണ്ടാവും. ആ ബോധ്യം വെച്ച് എൻ്റെ മുന്നിലേക്ക് വരണ്ട. അഭിപ്രായം ചോദിച്ചാൽ തിരിച്ചു വെച്ചാൽ അതിന് ഉത്തരവും പറയണം. മനസ്സിലായോ? എനിക്കറിയാലോ, നിങ്ങൾക്കൊക്കെ അറിയാലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എത്ര കാലം കാത്തിക്കും? എത്ര കാലം കാത്തിക്കണം പറയും. അല്ല, കാത്തിരുന്ന് കാണാം, കാത്തിരിക്കണം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എന്താ അറിയോ? ക്ഷമിക്കുന്നവർക്കാണ് വിജയം. ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. എൻ്റെ പൊന്നാര അരുണേ, നീ ഇവിടുന്ന് ഇറങ്ങി നേരെ ബാക്കിൽ പോലീസ് സ്റ്റേഷനാണല്ലോ. ഞങ്ങൾക്കൊരു പോലീസ് സ്റ്റേഷൻ മുമ്പിലല്ലേ? നിനക്ക് പരിചയമില്ല, ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ പത്രക്കാരൻ. നിനക്ക് ഒരു 4 പോലീസുകാരെ വിളിച്ചിട്ട്, അല്ല സഹോദര, ഈ വാർത്തയൊക്കെ വന്നതിന് ശേഷം നിങ്ങളുടെ മനോവീര്യം തകർന്നൊക്കെയാണോ വർദ്ധിച്ചൊക്കെയാണോ എന്ന് ചോദിക്കും. എന്നിട്ട് അന്ന് നിൻ്റെ ഇതിലൊന്ന് വിട് ആ സാധനം, ആ പോലീസുകാരുടെ സ്റ്റേറ്റ്മെൻറ്റ് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതി. അല്ല, അത് ചെയ്തു തരുമോ അരുണ? അത് ചെയ്തു തരുമോ? അത് ചെയ്യോ? അല്ല, അത് ചെയ്യല്ലോ നിങ്ങൾ. ഇത് നിങ്ങളെ ബാക്കിയല്ലേ. നിങ്ങളൊരു 4 പോലീസുകാരെ പോയി ചോദിക്കുന്നത്. അല്ല സഹോദരൻ, എങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെ മനോവീര്യം? ഈ അൻവർ ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്തി ഇവർക്കെതിരതൊക്കെ പറഞ്ഞിട്ട് മനോവീര്യം തകർന്നതാണോ ചോദിക്കുന്നത്. 10 പോലീസുകാരോട് ചോദിച്ചാൽ അതിൽ 9 പോലീസുകാരും ഞങ്ങളെ മനോവീര്യം കൂടിയതാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പരിപാടി നമുക്ക് നിർത്താനും. 100% തെറ്റാണ്. പോലീസിൻ്റെ മനോവീര്യം ഉയർന്നിരിക്കുകയാണ്, കള്ളന്മാരുടെ മനോവീര്യം തകർന്നിരിക്കുകയാണ്. കൊള്ള സംഘമായ പോലീസിൻ്റെ ക്രിമിനലുകളുടെ മനസ്സാണ് തകർന്നിരിക്കുന്നത്. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം അടിച്ചു കയറിയിരിക്കുകയാണ്. എനിക്കറിയാം. ഞാൻ ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നത് എന്താ? ഞാൻ ഓരോ വാർത്താ സമ്മേളനത്തിലും വിളിക്കുന്ന പറഞ്ഞ കാര്യം പറയാനല്ലല്ലോ. ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ഓരോ സാധനം തരുമല്ലേ, ഓരോ തെളിവുകൾ തരുമല്ലേ, ഓരോ ഡോക്യുമെൻ്റ് തരുമല്ലേ. ഇതിപ്പോൾ എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുമോ? ഞാനീ പറഞ്ഞ രാഷ്ട്രീയം അല്ലല്ലോ പറയുന്നത്. ഞാൻ ഈ കേസുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ നിങ്ങൾക്ക് എന്താ തന്നത്? ഇപ്പോൾ ഈ ഡോക്യുമെൻ്റ് അല്ലേ. ഇപ്പോൾ ഹൈദരാബാദിൽ ഫോൺ ചോർത്തി. എവിടെ DGP? എവിടെ DGP? നാട് വിട്ടില്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പം NIA അന്വേഷിക്കണം. നിങ്ങളൊന്നും അറിയുന്നില്ലേ? ഞാൻ വായിച്ചു തരാം. പത്രക്കാർ പറഞ്ഞാൽ അടക്ക് പത്രമൊക്കെ ഒന്ന് വായിക്കണം. നിങ്ങൾ ഒരു സാധനം വായിക്കില്ല, എന്നിട്ട് വെറുതെ എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുക. ഈ നാട്ടിൽ നടക്കുന്ന കാര്യമില്ല ഇതൊക്കെ. എന്നിട്ട് ഞാനൊരു കള്ളൻ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പൊന്നാട് സഹോദരന്മാരെ, ഇപ്പം ഒന്ന് കേട്ട് 1 മിനിറ്റ്.
ഒന്ന് കേട്ടേക്ക് 8 മിനിറ്റാ. കഴിഞ്ഞ വർഷം രേവന്ത് റെഡ്ഡി നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് ഫോൺ ചോർത്തൽ കേസ് പുറത്തറിയുന്നത്. പ്രതിപക്ഷ നേതാക്കളും സെലിബ്രിറ്റികളും ഉൾപ്പെടെ നിരവധി ഉന്നതരുടെ ഫോണുകൾ ഭരണകാലത്ത് ചോർത്തിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ രാഷ്ട്രീയ എതിരാളികളായി നിരീക്ഷിക്കാൻ നവംബറിന് മുമ്പ് തെരഞ്ഞെടുപ്പിന് മുമ്പ് രൂപീകരിച്ച സംഘമാണ് ഫോൺ ചോർത്തിയത്. നിലവിലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കമുള്ളവരുടെ മൊബൈലും ചോർത്തി. മുൻ DCP രാധാകിഷൻ റാവുവാണ് വിഷയത്തിൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത്. BRSൻ്റെ നേതൃത്വത്തിൽ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. മാഷെ, നിന്റെ പാർട്ടി സംഭവത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഭുജംഗ റാവു അഡീഷണൽ തുടങ്ങിയ കുറേ ആളുകളുണ്ട്. എന്നിട്ട് നിങ്ങൾ കേട്ടോ, സംഭവവുമായി ബന്ധപ്പെട്ട് 3 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ അമേരിക്കയിലുള്ള സംസ്ഥാന ഇൻ്റലിജൻസ് ബ്യൂറോ മുൻ മേധാവി T. പ്രഭാകരൻ റാവുവിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. തെലുങ്ക് ദേശം TV ചാനൽ 1 ന്യൂസ് നടത്തുന്ന ശരവണൻ റാവു, പോലീസ് ഉദ്യോഗസ്ഥ രാധാകൃഷ്ണൻ റാവു തുടങ്ങിയവർക്കാണ് നോട്ടീസ് അയച്ചത്. നീ അങ്ങനെ വന്നിട്ട് നീ ഇത് കേട്ടത് എങ്ങനെയാണ് ചോർത്തിയതെന്നല്ലേ കേൾക്കണ്ടല്ലോ. താമസട്ടി ഉറങ്ങാം, എനിക്ക് ചിലപ്പോൾ ഉറക്കം വരും. രേവന്ത് റെഡ്ഡിയുടെ ഫോൺ സംഭാഷണം ചോർത്തുന്നതിനായി അദ്ദേഹത്തിൻ്റെ വസതിക്ക് സമീപം ഇറക്കുമതി ചെയ്ത ഫോൺ ടാപ്പിംഗ് ഉപകരണങ്ങൾ സ്ഥാപിച്ചതായാണ് വിവരം. സംസ്ഥാന ഇൻ്റലിജൻസ് സാങ്കേതിക കൺസൾട്ടൻ്റ് ആയിരുന്ന രവി പോൾ എന്ന വ്യക്തി രേവന്ത് റെഡ്ഡിയുടെ വസതിക്ക് സമീപം ഓഫീസ് ആരംഭിച്ച് അവിടെ വേറെ ഓഫീസ് തുടങ്ങിയിരിക്കുകയാണ്. ടാപ്പ് ചെയ്യുകയും ഇസ്രായേലിൽ നിന്ന് കേന്ദ്രത്തിൻ്റെ അനുമതിയില്ലാതെ ഇറക്കുമതി ചെയ്ത ഉപകരണത്തിന് 300 മീറ്റർ ചുറ്റളവിൽ സംഭാഷണങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ്, മനസ്സിലായോ? അപ്പോൾ അവർക്ക് എന്ത് വേണ്ടി വന്നു? ഇസ്രായേലിൽ നിന്ന് സാധനം ഇറക്കേണ്ടി വന്നു. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഈ അരീക്കോട്ടങ്ങാടിയിൽ ആ കുന്നിൻ്റെ മുകളിൽ ആ പോലീസ് ക്യാമ്പിലുണ്ട് ഈ പറയുന്ന മാവോയിസ്റ്റ് ഇൻ്റർസെപ്ഷൻ സെൻറ്റർ. അവിടുന്ന് ഫോൺ ചോർത്തുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ ആ പരാതി കൊടുത്തിട്ട് 4 ദിവസമായി. ഇന്നും അതിൻ്റെ അകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആ 3 ആൾ ഈ നിമിഷം വരെ മാറ്റിയിട്ടില്ല. ഒന്ന് മാറ്റെങ്കിലും വേണ്ടേ? ഞാൻ പറഞ്ഞതെന്താ, ഇവർ ചോർത്തിയ ഫോണുകൾ ചോർത്തിയെടുത്തത് ഒരു പക്ഷേ ഡിലീറ്റ് ചെയ്യപ്പെട്ടേക്കാം, ഹാർഡ് ഡിസ്ക് മാറ്റപ്പെട്ടേക്കാം. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്നായിരുന്നു. ഇപ്പോൾ ഇതിലൊന്നും അന്വേഷണമില്ല. അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. എന്താ പറയുക, DGPയുടെ നേതൃത്വമുള്ള SIT ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരു അന്വേഷണം അങ്ങനെ പോകുന്നുണ്ട്. പാരലൽ അന്വേഷണം നടക്കുക. ആരാ? ഈ MR അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ. ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യൽ. എന്താണ് TV അൻവറിന് എവിടുന്നാണ് കിട്ടിയത്? ആരാണ് ആ വിവരം കൊടുത്തത്? എവിടെ നിന്നാണ് ഈ മറ്റേ റിപ്പോർട്ടറോ അവൻ്റെ കയ്യിൽ വന്നത്? ഇത് അന്വേഷണം നടക്കുക. ആരാ തെളിവ് കൊടുക്കുന്നത്? ഈ സ്വർണ്ണമായിട്ട് വന്ന പോലെ ആരാ വീട്ടിലാണ് അൻവറിൻ്റെ ആളുകൾ പോകുന്നത്? ഈ ഒരു അന്വേഷണം ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്. നടക്കട്ടെ. അതേന്ന് വരട്ടേന്ന്. ഞാനൊരു കേസ് ഉണ്ടാവില്ല, അങ്ങനെ സുഖമായിട്ട് ഇറക്കും വിചാരിച്ചിരിക്കുകയാണ്. ഇവരൊക്കെ പാടെ കൂടി നാളെ തന്നെ ജയിലിലിടൂലെന്നിൽ എന്താ? ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയം മുഴുവൻ ഇവിടെ ഉന്നയിച്ചത് ഈ നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു സമൂഹത്തിന് സമാധാനമായി കിടന്നുറങ്ങണം. ഇവിടെ ഈ ഗവൺമെൻറ്റിന് രണ്ടാമതും അധികാരത്തിലെത്തിയത് ഇവിടുത്തെ സഖാക്കൾ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരാണ്. ആ മനുഷ്യരോട് കമ്മിറ്റിയുള്ള ഒരു ഗവൺമെൻറ് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ അടിത്തറക്ക് തുരങ്കം വെക്കുന്ന ഏർപ്പാടാണ് ഈ അജിത് കുമാറും ടീമും നടത്തുന്നത്. ഒരു പാർട്ടി സെക്രട്ടറിക്ക് പോലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ വയ്യാത്ത അവസ്ഥ ഈ സംസ്ഥാനത്തുണ്ട്. അതിന് കാരണക്കാരൻ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ആ നയം മാറ്റണം എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടി വന്നാ. അതെനിക്കറിയില്ലാന്ന്. എന്ത് മനസ്സിലാത്ത ഞാൻ എന്ത് ചെയ്യാനാന്ന്? ഞാൻ എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയല്ലോ. അല്ല, അതൊന്നും എനിക്കറിയില്ല. ഞങ്ങൾക്കതിനൊന്നും നേരം കിട്ടിയിട്ടില്ല. നിങ്ങൾ ഈ പറഞ്ഞ TV വാർത്തയൊന്നും കാണാൻ ഞാൻ ഈ പണിയിലല്ലേ. ആരെങ്കിലും പറഞ്ഞ് നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് നമ്മളെ സ്റ്റാഫ് ആരെങ്കിലും തരുമ്പോൾ അതൊന്നും നോക്കുന്നല്ലാതെ വേറെ എന്താ നമ്മൾ നോക്കുന്നത്? എനിക്കറിയില്ല. അണികൾ മനുഷ്യരുടെ പിന്തുണ ഉണ്ടാവുമല്ലോ. എൻ്റെ വലിപ്പം കൊണ്ടല്ലല്ലോ നിങ്ങൾ ഈ നിൽക്കുന്നതാണോ? നമ്മളെ കുറേ ചവിട്ടി കുട്ടിയ ആളുകളല്ലേ നിങ്ങൾ. നാളെ ചവിട്ടി കൂട്ടാൻ കിട്ടി നിങ്ങൾ ചവിട്ടും ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ഉയർത്തുന്ന വിഷയം ഈ സമൂഹത്തിലൊരു സീരിയസ് വിഷയം ആയതുകൊണ്ടല്ലേ നിങ്ങൾ നിൽക്കുന്നത്. അല്ല എൻ്റെ വലിപ്പം കൊണ്ടാണോ? ഞാൻ അങ്ങനെയാണ് വിചാരിച്ചാലോ? ഞാൻ അങ്ങനെ ആനപ്പുറത്താണ്. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയോട് നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ കച്ചവടം മുഴുവൻ പൂട്ടിച്ചു നിങ്ങൾ. ഈ ഇരിക്കണം നിങ്ങളാണ് പൂട്ടിച്ചത്.
അതിന് പിന്നിൽ നിന്ന് ഈ പറയുന്ന UDF-ൻ്റെ ആളുകളാണ്. കോടതിയിൽ മുഴുവൻ എൻ്റെ സ്വത്ത് മുതലുകൾക്ക് മുഴുവൻ നിങ്ങൾ കേസ് കൊടുത്തു. ഇന്ന് ഞാൻ കേസിൽ നടത്തി ഓരോന്നും ഊരി വരികയാണ്. അന്ന് അവരെന്താ വിചാരിച്ചത്? എന്നെ അങ്ങോട്ട് പ്രതിരോധത്തിലാക്കിയാൽ ഞാൻ ഈ ഏർപ്പാട് നിർത്തി ഓലെ കൂടെ തിരിച്ചില്ലെന്ന്. അന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. തോമസ് ഡേറ്റ് വേണമെങ്കിൽ ഇതുവരെ പരിശോധിച്ച് നോക്ക്. അന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട് കേരളത്തിലെ നിയമസഭയിൽ ഞാൻ പറഞ്ഞു, ഈ ഒരു തോർത്തുമുണ്ടെങ്കിൽ ഈ ഫ്ലോറിൽ കിടന്ന് ഞാൻ ഉറങ്ങും. ഒരു കുമ്പിൾ കഞ്ഞിയും ഒരു ഉണക്കമീനുണ്ടെങ്കിൽ ഞാൻ ഈ നാട്ടിൽ ജീവിക്കും. എന്നെ സാമ്പത്തികമായി തകർത്തുകൊണ്ട് പൊന്നാര പ്രതിപക്ഷ നേതാവേ, നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതെന്നെ എപ്പോഴും പറയാനുള്ളത്. ഒരു ചുക്കും ആർക്കും ചെയ്യാൻ കഴിയില്ല. പരമാവധി നിങ്ങൾ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങൾ ജയിലിലടക്കും. അതിനപ്പുറത്ത് ഒരു ചുക്കും ചെയ്യില്ല. ഞാനതിന് തയ്യാറാണ്. എനിക്ക് ആ ഒരു പേടിയില്ല. ആ വാപ്പാക്ക് ഞാൻ ജനിച്ചിട്ടില്ല. ഇത് എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയല്ല. എൻ്റെ വീട്ടിലെ കാര്യത്തിന് ഇറങ്ങിയാണെങ്കിൽ എൻ്റെ കാല് പിടിച്ച ആ IPS ആണ് 25 കൊല്ലം എൻ്റെ അടിമയാകാന്ന് പറഞ്ഞാൽ ഓനെ കുട്ടി 4 IPS കുട്ടി എനിക്ക് കടന്നാൽ മതിയായിരുന്നു. സുഖമായിട്ട് എനിക്ക് രാഷ്ട്രീയം നടത്തായിരുന്നു. ഇതെല്ലാം ധരിച്ച് ഈ ഒരു ഇത്രയും വലിയ റിസ്ക് ഞാൻ എടുക്കുന്നത് ഈ നാട്ടിലെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഇവിടെ ജീവിക്കണം, മനസ്സമാധാനമായി കിടന്നുറങ്ങണം. മനുഷ്യൻ്റെ അവസാന അത്താണ് ആ പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു സഹോദരി ഓടി ചെല്ലുമ്പം നീ അങ്ങോട്ട് പുറകിലേക്ക് വാ എന്ന് പറഞ്ഞ് വീണ്ടും പീഡിപ്പിക്കുന്ന അവസ്ഥ ഈ നാട്ടിലുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആ ക്രിമിനലിസം ഇവിടെ വരുന്നുണ്ട്. അതിനെ എതിർക്കാൻ ഇറങ്ങിയത് ഒരാളും ചുക്കും ചെയ്യില്ല. അങ്ങനെ വിചാരിക്കും വേണ്ട നിങ്ങൾ. എനിക്ക് അങ്ങനെ തകർന്ന മനോവീര്യമല്ല. എൻ്റെ മനോവീര്യം മഞ്ഞുകട്ടുകൊണ്ട് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. മനസ്സിലായോ? ഞാൻ തീയിൽ ജനിച്ചതാ. അതിവിടെ ഈ വെയിലത്ത് പാടും നിങ്ങൾ ആരും വിചാരിക്കണ്ട. നിങ്ങൾ കുറേ കല്ലെടുത്ത് എറിഞ്ഞല്ലോ എന്നെ 3-4 കൊല്ലം മുമ്പ്. നിൽക്കാതെ എറിയല്ലായിരുന്നു. നിങ്ങൾ എറിഞ്ഞ കല്ല് മുഴുവൻ ഞാൻ സ്വരൂപിച്ചു. എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ അടിത്തറ ബലപ്പെടുത്തി. ഞാനൊരു പത്രസമ്മേളനം നടത്തി ഈ പാർക്കും വിഷയങ്ങളുണ്ടായപ്പം മലപ്പുറത്ത്. ഞാൻ ജീവിതത്തിൽ ആദ്യം കരഞ്ഞു വന്നത് നിങ്ങളുടെ മുമ്പിലാണ്. അന്ന് ആ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാനൊന്നിതായിപ്പോയി. അന്ന് നിങ്ങളെ വിളിച്ചു, നിങ്ങൾ വരണം മുഖക്കാടൻ പോയില്ല. ഈ വെള്ളം തടുത്ത് നിങ്ങൾ നോക്കണം. അവിടുത്തെ SC അവിടുത്തെ ട്രൈബൽസുമായി നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ സത്യം മനസ്സിലാക്കണം. അവർ സത്യം നിങ്ങളോട് പറയുന്ന പറഞ്ഞപ്പോൾ അന്ന് മായശില്ല. നമ്മളോട് രോഗിലൊക്കെ പറഞ്ഞു, പൊന്നാര MLA ഞങ്ങളവിടെ വന്നിട്ട് എന്താ കാര്യം? സത്യം ബോധ്യപ്പെട്ടാൽ പിന്നെ അത് പറയണ്ടേ? ഞാൻ പറഞ്ഞു ഈ പത്രസമ്മേളനം കഴിഞ്ഞ് നമുക്കൊരു ബസ് എടുത്ത് പോകാമെന്ന്. ഉണ്ടായില്ല. അന്ന് PVN എന്ത് ചെയ്തു പറയും? പക്ഷേ അതുവരെ ഇങ്ങനെ വിഷമായിരുന്നു. ഈ വാർത്ത ഇങ്ങനെ വരുമോ? അവിടെ മാന്തി, ഇവിടെ മാന്തി, അവിടെ തിരക്കി, ഇവിടെ തിരക്കി പറയുമ്പോൾ ഒരു ഇടങ്ങറല്ലേ? പണ്ടാറടക്കി ആദ്യമായിട്ടൊരു MLA ആയതാ. മനുഷ്യൻ്റെ മുമ്പിൽ വഷളാവുകയാണല്ലോ. അന്ന് PVN തീരുമാനിച്ചു, നിങ്ങളുണ്ടാക്കുന്ന അപമാനം ഉണ്ടല്ലോ, അന്ന് മുതൽ ഞാൻ ആഘോഷമാക്കി മാറ്റി. ആ ആഘോഷം ഇപ്പോഴും തുടരാണ്. ഒരു ചുക്കും ആരും ചെയ്യില്ല. നമുക്ക് കാണാം. നമുക്ക് അത് വിട്ടളി, നമ്മുടെ അടുത്തേക്ക് വേണ്ട. ഇനി എന്തിനാ നിങ്ങൾ ബേജാറാവണമെന്ന്? എനിക്കിനി എന്തിനാണ് നിങ്ങളെന്തിനാ ബേജാറാണ്? എനിക്ക് അങ്ങനെ ബേജാറുണ്ടെങ്കിലല്ലേ? അല്ല, എനിക്ക് ബേജാറുണ്ടെങ്കിലല്ലേ പൊന്നാരരുണെ നീ നിനക്ക് ചെറിയ സേപ്പ് എന്നോടുണ്ട്. അതിന് നീ എന്തിനാ ബേജാറാവണമെന്ന്? എൻ്റെ ഭാര്യക്കും മക്കൾക്കും ബേജാറില്ല. എൻ്റെ മോള് 11ാം ക്ലാസ്സിലാണ്. അവളെന്താ പറഞ്ഞറിയോ? ഇപ്പോൾ പൊയ്ക്കോന്ന്. ഉപ്പാനോട് കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. 2 മക്കൾ ഗൾഫിലുണ്ട്, അവർ വിളിച്ചു, ഉപ്പ പൊയ്ക്കോ, ഞങ്ങളൊക്കെ അത്യാവശ്യം അയക്കണ്, ഒരു കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. പിന്നെ ഞാൻ ആരെയാൻ പരിഗണിക്കേണ്ടത്? ആരെ പരിഗണിക്കേണ്ടത്? പിന്നെ ഈ അജിത് കുമാറിൻ്റെ ഈ വാലോട്ടത്തിനോ നിങ്ങൾ ആളെ നോക്കണം. നിങ്ങൾ ഞാൻ ഒരാളെ തെറ്റിദ്ധാരണ തിരുത്താനല്ല. തിരുത്തണമെങ്കിൽ ആ തെറ്റിദ്ധരിപ്പിച്ചോല് തിരുത്തി കൊടുത്തോട്ടെ. ഞാൻ എപ്പോൾ ആണെങ്കിൽ മുഖ്യമന്ത്രി കാണും. എനിക്കെന്താ മുഖ്യമന്ത്രി കാണുന്നത്? അതെൻ്റെ നേതാവല്ലേ? അല്ല, പൊന്നാര മാഷ ആദ്യം നമുക്ക് കാണാന്ന്. അത് കഴിഞ്ഞിട്ട് അപ്പം ആലോചിക്കുന്നത് ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാറില്ല. എക്സിസ്റ്റിംഗ് സംഗതിയെ കുറിച്ച് ആലോചിച്ച പോലെ MLA വെള്ളം കുടിപ്പിച്ചതൊന്നും എഴുതട്ടെ, ദാഹിച്ചിട്ടാണ്. എന്താ ചെയ്യാൻ? ചില കാര്യം തിരിച്ചറിയാൻ ചില സമയമെടുക്കും. ചിലപ്പോൾ അങ്ങനെയാണല്ലോ. അല്ല, അത് ഞാൻ ക്ലാരിഫൈ ചെയ്തല്ലോ. അങ്ങനെയൊക്കെ പറയാതെ പറയും. ചിലപ്പോൾ ഞാൻ ഇനി സ്വർണ്ണക്കേസിലോ കള്ളക്കേസിലോ കൊലപ്പണത്തിലോ ഒക്കെ എന്നെ ബുക്ക് ചെയ്യപ്പെട്ടേക്കാം.
ഇതൊക്കെ നമ്മൾ ഈ നാട്ടിൽ കുറേ കണ്ട്. ആരൊക്കെ ജയിലിൽ കിടക്കുന്നുണ്ട്? ആളുകളെ പേര് പറയണോ? ദേശീയ നേതാക്കന്മാർ എവിടെയൊക്കെ കിടക്കുന്നുണ്ട്? അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നു. കുറച്ച് റെസ്റ്റ് കിട്ടും ജയിലിൽ പോയാൽ. ഒന്ന് എക്സസൈസൊക്കെ ചെയ്ത് രാവിലെ 6 മണിക്ക് വെച്ച് കറക്റ്റായിട്ട് ഭക്ഷണം, 5 മണിക്ക് കാപ്പി, പിന്നെന്താ പറയുക 7 മണിക്ക് മറ്റേത്, അത് കഴിഞ്ഞാൽ ഉച്ചക്ക് ചോറ്, നല്ല പച്ചക്കറി, രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങും. ഞാൻ ഒരുപാട് കാലമായി ഉറങ്ങിയിട്ട്. ഇത്രയല്ലേ ഉള്ളൂ, നോ പ്രോബ്ലം. ആര് രാജിവെക്കണം? നിങ്ങൾക്ക് അഭിപ്രായമില്ലാത്ത നിങ്ങളോട് എന്ത് രാജിയാണ് പറയണേ? വ്യക്തിപരമായിട്ടൊരു അഭിപ്രായമില്ലാത്തൊരു വ്യക്തിയോട് ഞാൻ എൻ്റെ സത്യം പറയാം, എനിക്കൊരു നാണക്കേട് തോന്നി നിങ്ങളെക്കുറിച്ച്. ഇത്ര ഉളുപ്പും മടിയില്ലാതെ ആളുകളായി നിങ്ങൾ ഈ പത്രക്കാർ ചിലരൊക്കെ മാറിയാൽ വലിയ അവസ്ഥയാണ്. വളരെ മോശം. അവനാ അതിനൊരു ഉളുപ്പുണ്ടാവില്ലേ? അങ്ങനെയൊന്നും പത്രക്കാർ ഇത്ര ഉളുപ്പില്ലാതെ ആവരുത്. ഈ വന്ന മനുഷ്യന്മാർക്ക് മുഴുവൻ അപമാനമായി. നിങ്ങൾ ചെയ്ത ശരിയായില്ല. ഞാൻ നിങ്ങൾ എല്ലാവരോടും അല്ല കേട്ടോ. അല്ല, എനിക്ക് സ്വന്തമായൊരു അഭിപ്രായമില്ലാത്ത താങ്കൾ എനിക്ക് വില ഇടണ്ട. അത് നിങ്ങൾ വില ഇടണ്ട. എനിക്ക് വില വേണ്ട. എനിക്ക് 0 മതി. മനസ്സിലായില്ലേ? 0. ഐ ആം ഹാപ്പി വിത്ത് ദറ്റ്. അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഒന്നും കഴിഞ്ഞിട്ടില്ല. എനിക്കതിനെ പറ്റുന്ന അറിയില്ല. ഞാൻ എന്തിനാ അതൊക്കെ അന്വേഷിക്കണം? പാർട്ടി നിയമിച്ച വേറെ ആളുകൾ മുഖ്യമന്ത്രി ഓഫീസിലുണ്ടല്ലോ. ഇപ്പൊ മുഖ്യമന്ത്രി പി ശശിയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതെങ്കിൽ തിരുത്താൻ മറ്റാരുമില്ല അവിടെ. എനിക്കറിയില്ലോ. നമ്മൾ ഈ നാട്ടുകാരനെ അല്ലോ, നാട്ടിലല്ല. നിർത്താം നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് സമാധാനമില്ലേ? അപ്പോൾ ലാൽ സലാം.